അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അൽ റയ്യാൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ, ഇസ്ലാമിക ഭരണാധികാരികളിൽ വെച്ച് ഏറ്റവും മഹനീയമായൊരു മാതൃക ലോകത്തിന് സംഭാവന ചെയ്ത മഹാനായൊരു നേതാവ്. അതേ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഉദാത്തമായൊരു മാതൃകാ ഭരണ സംവിധാനമാണ് മഹാനായ ആ നേതാവ് കാഴ്ചവെച്ചത്. ആധുനിക ബുദ്ധിജീവികൾ പോലും അദ്ദേഹത്തിൻ്റെ ഭരണം വന്നു കാണാൻ ആഗ്രഹിച്ചു പോയെങ്കിൽ അത്ര കണ്ട് മഹത്തരമായിരുന്നു എന്ന വസ്തുത ചിന്തനീയമാണ്. ലോകം മുഴുവൻ സുഷുപ്തിയിലാണ്ട സമയം തൻ്റെ പ്രജകളുടെ ക്ഷേമൈശ്വര്യങ്ങൾ അറിയാൻ വേണ്ടി ഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും പ്രതികൂല കാലാവസ്ഥകൾ പോലും വകവെക്കാതെ കടന്നു ചെന്ന മഹാനായ ഭരണാധികാരി, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യങ്ങൾക്കധിപനായ മഹാനായ ചക്രവർത്തി. തൻ്റെ വലുതും ചെറുതുമായ ഓരോ പ്രവർത്തനത്തിലും അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാകുമോ എന്ന ഉൾഭയത്തോടുകൂടി വളരെ സൂക്ഷിച്ച് ജീവിതം മുന്നോട്ട് നയിച്ച മഹാനായ രാജാവ്. അതെ, ആ മഹൽ വ്യക്തിത്വത്തിൻ്റെ മാതൃകാ ജീവിതത്തിലൂടെ ഒരോട്ട പ്രദക്ഷിണം മാത്രമാണ് ഈ ചെറു കഥാപ്രസംഗത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെ, സർവശക്തനായ അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ച് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്തും സമർപ്പിച്ച് ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാം ഖലീഫ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ സംഭവബഹുലമായ ജീവചരിത്ര കഥാപ്രസംഗം ഒരവതരണ ഗാനത്തിലൂടെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം മാടങ്കേലും മാമിതവനാവൻ തീരു നാമത്തിൽ തുടങ്ങട്ടെ ബിസ്മില്ലാ. അന്ത്യപ്രവാചക ജഗ ഗുരു നബിയോരിൽ അനുദിനമാരുളട്ടെ സ്വല്ലല്ലാഹ്. അലം മാടങ്കേലും മാമിതവനാവൻ തീരു നാമത്തിൽ തുടങ്ങട്ടെ ബിസ്മില്ലാ. അന്ത്യപ്രവാചക ജഗ ഗുരു നബിയോരിൽ അനുദിനമാരുളട്ടെ സ്വല്ലല്ലാഹ്. ആദം നബി മുതൽ 1,24,000 വന്ന നബിമാരിൽ അന്ത്യത്തിരുദൂതർ അഹമ്മദ് നബിയോരിൽ അഹദവനിറക്കിയ ഖുർആനിൽ. ആദം നബി മുതൽ 1,24,000 വന്ന നബിമാരിൽ അന്ത്യത്തിരുദൂതർ അഹമ്മദ് നബിയോരിൽ അഹദവനിറക്കിയ ഖുർആനിൽ. അലം മാടങ്കലും അമിതവൻ തീരു നാമത്തിൽ തുടങ്ങട്ടെ ബിസ്മില്ലാ. അന്ത്യപ്രവാചക ജഗ ഗുരു നബിയോരിൽ അനുദിനമാരുളട്ടെ സ്വല്ലല്ലാഹ്. അഖിലാദീപനവൻ അരുളി ഈ മാഹിലുക്കിൽ അമീൻ നബിയോരിൽ സ്തുതിയോദാൻ. സുബ്ഹാനവനും പിന്നവൻ്റെ മലക്കൂത്തും സ്വലവാത്തോതിടുമതിനാലേ. സുവനം കോതിച്ചു കൊണ്ടവനോട് ദുആ തേടി സ്വലാത്തിരക്കുക പതിവായി. അതിനാൽ നമുക്കൊന്നിച്ചവനോട് കരം നീട്ടി പറയാം സ്വലാത്തത് നബിയോരിൽ. അലം മാടങ്കലും അമിതവൻ തിരു നാമത്തിൽ തുടങ്ങട്ടെ ബിസ്മില്ലാ. അന്ത്യപ്രവാചക ജഗ ഗുരു നബിയോരിൽ അനുദിനമാരുളട്ടെ സ്വല്ലല്ലാഹ്. അതുകൊണ്ട് അവസാനം അവർക്കൊപ്പം സുവനത്തിൽ നമുക്കേകിടും അവൻ സൗഭാഗ്യം. പരനെ തരണം നീ പരിശുദ്ധ നബിക്കൊപ്പം കടക്കാൻ ഫിർദൗസിൽ അനുവാദം. അതുകൊണ്ട് അവസാനം അവർക്കൊപ്പം സുവനത്തിൽ നമുക്കേകിടും അവൻ സൗഭാഗ്യം. പരനെ തരണം നീ പരിശുദ്ധ നബിക്കൊപ്പം കടക്കാൻ ഫിർദൗസിൽ അനുവാദം. അലം മാടങ്കലും അമിതവൻ തിരു നാമത്തിൽ തുടങ്ങട്ടെ ബിസ്മില്ലാ. അന്ത്യപ്രവാചക ജഗ ഗുരു നബിയോരിൽ അനുദിനമാരുളട്ടെ സ്വല്ലല്ലാഹ്. അതെ, ഒരു പാതിരാത്രി സമയം, ഇരുട്ടിൻ്റെ കരിമ്പടത്തിനുള്ളിൽ ലോകമാകെ മൂടിപ്പുതച്ച് ഉറങ്ങുന്ന സമയം, രാക്കിളികൾ പോലും തങ്ങളുടെ സംഗീതം മതിയാക്കി നേരിയൊരു മയക്കത്തിലേക്ക് വൈതിയിരിക്കുന്നു. കുളിരും കൊണ്ട് മന്ദാനിലൻ എല്ലായിടത്തും ഓടി നടക്കുന്നു. മനുഷ്യനായി പിറന്ന ഒരുത്തനും ഉണർന്നിരിക്കാനിടയില്ല.
ആ കറുത്ത രാത്രിയിൽ ഇരുട്ടിൻ്റെ മൂടുപടം ചികഞ്ഞു മാറ്റിക്കൊണ്ട് വെളിച്ചത്തിൻ്റെ ഒരു കീറ് പുറത്തേക്ക് കാണപ്പെട്ടു. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും ഇവിടെ ഇങ്ങനെ വെളിച്ചം കാണാൻ കാരണം എന്താണ്? വരൂ നമുക്കൊന്ന് അന്വേഷിക്കാം. യാത്രക്കാർ തൽക്കാലം കെട്ടിയൊരു കൂടാരം, അതിനുള്ളിൽ നിന്നാണ് വെളിച്ചം വരുന്നത്. യാത്രക്കാർ തൽക്കാലം കെട്ടിയൊരു കൂടാരം, അതിനുള്ളിൽ നിന്നാണ് വെളിച്ചം വരുന്നത്. അതിനടുത്താത ഒരു ഒട്ടകം നിൽക്കുന്നേ, അതിന് സമീപമായി ഒരു വ്യക്തിയുമുണ്ടെന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുന്നേ, ഇടയ്ക്കിടെ എന്തൊക്കെ പിറുപിറുക്കുന്നുണ്ടേ. അതിനടുത്താത ഒരു ഒട്ടകം നിൽക്കുന്നേ, അതിന് സമീപമായി ഒരു വ്യക്തിയുമുണ്ടെന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുന്നേ, ഇടയ്ക്കിടെ എന്തൊക്കെ പിറുപിറുക്കുന്നുണ്ടേ. യാത്രക്കാർ തൽക്കാലം കെട്ടിയൊരു കൂടാരം, അതിനുള്ളിൽ നിന്നാണ് വെളിച്ചം വരുന്നത്. അതെ, യാത്രക്കാർ താൽക്കാലിക താവളത്തിന് വേണ്ടി കെട്ടിയുണ്ടാക്കിയതുപോലെ ഒരു കൂടാരത്തിനകത്തു നിന്നാണ് വെളിച്ചം പുറത്തു വരുന്നത്. പുറത്തെ കൂടാരത്തിൻ്റെ അരികിൽ ഒരൊട്ടകം, ആ ഒട്ടകത്തിന് സമീപം അതാ ഒരു മനുഷ്യൻ. അയാൾ അസ്വസ്ഥനായി അങ്ങുമിങ്ങും നടക്കുന്നു, ഇടയ്ക്കിടെ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. ഇരുട്ടിൽ അയാളുടെ മുഖഭാവം പ്രത്യക്ഷമായി കാണുന്നില്ലെങ്കിലും അവിടെ നിറഞ്ഞു നിൽക്കുന്നത് ആരോടോ ഉള്ള ഈർഷ്യയാണെന്ന് മനസ്സിലാക്കാമായിരുന്നു. പെട്ടെന്ന് ഒരാൾ കൂടി അങ്ങോട്ട് കടന്നു വന്നു. ആഗതൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന വിളക്കിൻ്റെ തിരി നീട്ടി ഒട്ടകത്തിന് സമീപം നിൽക്കുന്നയാളെ ആകെയൊന്ന് ചുയിഞ്ഞു നോക്കി. കുശാഗാത്രനായ ഒരു ഗ്രാമീണൻ, മുഷിഞ്ഞു ചീത്തയായ വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. അയാളുടെ മുഖത്ത് എന്തോ കാര്യമായ പ്രശ്നം വായിച്ചെടുക്കാം. കുറച്ചു സമയം അയാളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ആഗതൻ നിശബ്ദത ഭംഗിച്ചു. താങ്കൾ എന്തിനാണിങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തോ കാര്യമായൊരു ദുഃഖം താങ്കളെ പിടികൂടിയിട്ടുണ്ടെന്ന് ഈ മുഖഭാവത്തിൽ നിന്നറിയാം. ആഗതൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അയാൾക്ക് കോപം അടക്കാനായില്ല. പെരുവിരൽ നിന്ന് ഒരു തരിപ്പ് മേൽപോട്ട് കയറി തുടങ്ങുകയായിരുന്നു. ആകെ വിഷമിച്ച് തല പുണ്ണാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ കിന്നാരം പറയാൻ വന്നിരിക്കുന്നു. അതോ അടുത്തുകൂടി പറ്റിക്കാനായ വല്ല കള്ളനോ കൊള്ളക്കാരനായിരിക്കും അയ്യാൻ. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, മനുഷ്യ, തനിക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. നിന്റെ ചക്കരവാക്കുകൾക്കൊന്നും മറുപടി പറയാനുള്ള മാനസികാവസ്ഥയല്ല എനിക്കിപ്പോൾ. താങ്കളുടെ മനസ്സിനെ എന്തോ വ്യത അലട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്താണെന്ന് തുറന്നു പറയൂ, എന്നാൽ കഴിയുന്ന സഹായം ചെയ്തു തരാം. അതുകൂടി കേട്ടപ്പോൾ അയാളുടെ കോപം ഇരട്ടിക്കുകയാണുണ്ടായത്. അയാൾ തൻ്റെ അരയിൽ നിന്നും മിന്നിത്തിളങ്ങുന്ന വാൾ വലിച്ചൂരി ബിസ്മില്ലാഹ് കർക്കശ സ്വരത്തിൽ ആക്രോശിച്ചു. എടോ, മര്യാദയ്ക്ക് സ്ഥലം വിടുന്നതാണ് നല്ലത്. ഇനിയും കിന്നാരം പറഞ്ഞുകൊണ്ട് നിൽക്കാനാണ് ഭാവമെങ്കിൽ നിന്റെ തല നിലത്ത് കടന്ന് പിടയും. ആഗതൻ അത് കേട്ട് അല്പം പോലും പതറിയില്ല. അയാൾ കൂടുതൽ വിനയാന്യതനായി ഇപ്രകാരം പറഞ്ഞു, സഹോദര, എന്ത് അവിവേകമാണ് താങ്കളീ പറയുന്നത്? ഞാൻ ഈ അസമയത്ത് ഈ പ്രദേശത്ത് നിന്നും ഒരു വെളിച്ചം കണ്ടതുകൊണ്ടാണ് അതെന്താണെന്നറിയാനുള്ള അത്യാഗ്രഹത്തോടു കൂടി ഇങ്ങോട്ട് ഓടി വന്നതാണ്. താങ്കൾക്കാണെങ്കിൽ ഇപ്പോൾ എന്തോ അത്യാഹിതം സംഭവിച്ചതുപോലെ തോന്നുന്നു. ഒരു നല്ല കൂട്ടുകാരൻ്റെ ആവശ്യം ഏറ്റവും അധികമുള്ള ഈ സന്ദർഭത്തിൽ ഞാൻ താങ്കളെ വിട്ടുപോകുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് പറയൂ, താങ്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ്? എന്ത് പ്രശ്നമായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി അത് തീർത്തു തരുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആഗതൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അയാളുടെ കോപം തെല്ലൊന്നടങ്ങി.
അയാൾ ഒരഭ്യുദാകാംക്ഷയാണെന്ന് തോന്നുന്നു. തൻ്റെ വിഷമങ്ങൾ അയാളോട് തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ വല്ല സഹായവും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരാം. ഇപ്രകാരം ആത്മഗതം ചെയ്തുകൊണ്ട് തൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ആ കാര്യം അദ്ദേഹം ആഗതനോട് പറയുകയാണ്. എന്തായിരുന്നു ആ കാര്യം? അതേ ഈ ഗാനത്തിലൂടെ നമുക്ക് കേൾക്കാം. കുടുംബസമേതം ഞാൻ ഒരു യാത്രക്ക് പുറപ്പെട്ടതാണ് സോദരാ, പുറപ്പെട്ടതാണ് സോദരാ. ഗർഭിണിയായ എൻ്റെ ഭാര്യയും എൻ കൂടെ ഉണ്ടെന്നുള്ളതറിയൂ, ഉണ്ടെന്നുള്ളതറിയൂ. കുടുംബസമേതം ഞാൻ ഒരു യാത്രക്ക് പുറപ്പെട്ടതാണ് സോദരാ, പുറപ്പെട്ടതാണ് സോദരാ. ഗർഭിണിയായ എൻ്റെ ഭാര്യയും എൻ കൂടെ ഉണ്ടെന്നുള്ളതറിയൂ, ഉണ്ടെന്നുള്ളതറിയൂ. ഏറെ ദൂരം പിന്നിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയതാണെന്നറിയൂ, എത്തിയതാണെന്നറിയൂ. പെട്ടെന്ന് എൻ ഭാര്യക്ക് പേറ്റുനോവും തുടങ്ങിയിടുന്നല്ലോ, തുടങ്ങിയിടുന്നല്ലോ. കുടുംബസമേതം ഞാൻ ഒരു യാത്രക്ക് പുറപ്പെട്ടതാണ് സോദരാ, പുറപ്പെട്ടതാണ് സോദരാ. ഗർഭിണിയായ എൻ്റെ ഭാര്യയും എൻ കൂടെ ഉണ്ടെന്നുള്ളതറിയൂ, ഉണ്ടെന്നുള്ളതറിയൂ. ആകെ വിഷമിച്ച് വെപ്രാളപ്പെട്ട് ഞാൻ നിൽക്കുന്ന നേരത്താണ്, നിൽക്കുന്ന നേരത്താണ് അങ്ങ് ഇവിടെ എൻ്റെ മുന്നിലേക്ക് വന്നത് എൻ്റെ സോദരാ, വന്നത് എൻ സോദരാ. കുടുംബസമേതം ഞാൻ ഒരു യാത്രക്ക് പുറപ്പെട്ടതാണ് സോദരാ, പുറപ്പെട്ടതാണ് സോദരാ. ഗർഭിണിയായ എൻ്റെ ഭാര്യയും എൻ കൂടെ ഉണ്ടെന്നുള്ളതറിയൂ, ഉണ്ടെന്നുള്ളതറിയൂ. അതെ, അദ്ദേഹം പറയുകയാണ്, സഹോദര, ഞാൻ കുടുംബസമേതം ഒരു യാത്രക്ക് പുറപ്പെട്ടതായിരുന്നു. ഗർഭിണിയായ എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ എത്തിയപ്പോൾ പ്രസവ വേദന തുടങ്ങി. വേഗം ടെൻറ്റ് കെട്ടി ഭാര്യയെ അതിനകത്ത് കിടത്തി. ഇനി എന്ത് എന്ന് നിസ്സഹായനായി ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്. യാ അല്ലാ! അകത്തു നിന്നും ഒരു സ്ത്രീയുടെ നിലവിളി. ആ കരയുന്നത് എൻ്റെ ഭാര്യയാണ്, പേറ്റുനോവാണ്, എന്തും സംഭവിക്കാനിടയുണ്ട്. ഈ സമയത്ത് ഒരു വയറ്റാട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. ഞാൻ ഈ വിജനതയിൽ ഇവളെ തനിച്ചാക്കി ആരെ അന്വേഷിച്ചു പോകും, എവിടെ പോകും? ഇതൊക്കെയാണ് എൻ്റെ ഹൃദയത്തിലെ വിതക്കുള്ള കാരണം. ആഗതൻ എല്ലാം കേട്ട് അയാളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പ്രിയ സുഹൃത്തെ, താങ്കൾ ഒട്ടും വ്യാകുലതപ്പെടേണ്ട. ഈ പ്രതിസന്ധിയിൽ ഞാൻ താങ്കളോടൊപ്പമുണ്ട്. അല്പം ക്ഷമിക്കൂ, ഒരു വയറ്റാട്ടിയും കൊണ്ട് ഞാൻ ഇപ്പോൾ വരാം. അവൾക്ക് ഒരുപാട് പ്രതിഫലം കൊടുക്കേണ്ടി വരുമോ? എൻ്റെ കൈവശമാണെങ്കിൽ കാര്യമായി ഒന്നുമില്ല. അങ്ങനെ പ്രതിഫലം വാങ്ങുന്ന വയറ്റാട്ടിയല്ല ഞാൻ കൊണ്ടുവരുന്നത്. അവൾ ഒരിക്കലും പ്രതിഫലം ആശിക്കുകയേയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ആഗതൻ ഇരുട്ടിലേക്ക് ഓടിയിറങ്ങി. ടെൻറ്റിനകത്ത് കിടന്ന് ഭാര്യ ഞെളിയും പിരിയും ചെയ്യുന്നു. വേദന സഹിക്കാൻ വയ്യാതെ അവൾ നിലവിളിക്കുന്നു. ആ ഭർത്താവിൻ്റെ ഹൃദയം പിടയുകയായിരുന്നു. പക്ഷേ ആ വിഷമവൃത്തം അധിക സമയം നീണ്ടു നിന്നില്ല. അപ്പോഴേക്കും അകലെ നിന്നും റാന്തലിൻ്റെ വെളിച്ചം ദൃശ്യമായി. ഒരു പുരുഷനും സ്ത്രീയും തങ്ങളുടെ കൂടാരം ലക്ഷ്യമാക്കി നടന്നു വരുന്നത് അയാൾ കണ്ടു. അടുത്തെത്തിയപ്പോൾ പുരുഷൻ മുമ്പ് വന്ന് തിരിച്ചുപോയ ആളാണെന്ന് മനസ്സിലായി. അയാളുടെ കൈവശം എന്തൊക്കെയോ ചില സാധനങ്ങളുണ്ട്. സ്ത്രീ വന്നപാടെ കൂടാരത്തിനകത്തേക്ക് കയറിപ്പോയി. പുരുഷൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ അയാൾക്ക് നൽകി. വിശപ്പ് തീർന്നപ്പോൾ അയാൾ ആഗതനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എവിടെയാണ് സ്വദേശം? ഞാൻ മദീനത്തു തന്നെയുള്ള ആളാണ്. എൻ്റെ യജമാനൻ്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എൻ്റെ തൊഴിൽ. ഇവിടെയാണ് സ്ഥിരവാസമെങ്കിലും മക്കയാണ് എൻ്റെ ജന്മഭൂമി. നിങ്ങൾ റസൂലിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. ആഗതൻ
താൻ വിചാരിച്ചതിലും മാന്യനാണെന്ന് ആ ഗ്രാമീണൻ തോന്നി. ഭാഗ്യവാനും. കാരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അയാൾ വീണ്ടും ആഗതനോട് ചോദിച്ചു, നിങ്ങൾ ഖലീഫ ഉമറിനെ അറിയുമോ? അറിയും. ഖലീഫയുടെ സ്വഭാവം പരിക്കനാണെന്നുള്ള എല്ലാവരും പറയുന്നുണ്ടല്ലോ, ശരിയല്ലേ? വളരെ ശരിയാണ്. രണ്ടുപേരും അങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടാരത്തിനകത്തു നിന്നും സ്ത്രീയുടെ ഞെരുക്കത്തിന് ശക്തി കൂടി. പിന്നെ ഒരു പൈതലിൻ്റെ കരച്ചിൽ. നിവൃത്തിയുടെ നിമിഷം. അകത്ത് ഒരു പിറവി നടന്നിരിക്കുന്നു. നിമിഷങ്ങളിൽ ഇഴഞ്ഞു നീങ്ങി. കൂടാരത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, അതേ അമീറുൽ മുഅ്മിനീന മഹാനായോരേ മഹാനായോരേ, ഇവിടെ ഒരു പിറവി നടന്നിട്ടുണ്ടേ നടന്നിട്ടുണ്ടേ. അമീറുൽ മുഅ്മിനീന മഹാനായോരേ മഹാനായോരേ, ഇവിടെ ഒരു പിറവി നടന്നിട്ടുണ്ടേ നടന്നിട്ടുണ്ടേ. താങ്കളുടെ സഹോദരനിന്ന് ഒരാൺ കുഞ്ഞ് പിറന്നോവല്ലോ. താങ്കളുടെ സഹോദരനിന്ന് ഒരാൺ കുഞ്ഞ് പിറന്നോവല്ലോ. സന്തോഷ വാർത്ത അവരെ അറിയിച്ചാലും അമീറുൽ മുഅ്മിനീന മഹാനായോരേ മഹാനായോരേ, ഇവിടെ ഓരോ പിറവി നടന്നിട്ടുണ്ടേ നടന്നിട്ടുണ്ടേ. അമീറുൽ മുഅ്മിനീൻ എന്ന വിളിയും കേട്ട അറബി ഞെട്ടിത്തരിച്ച്. അമീറുൽ മുഅ്മിനീൻ എന്ന വിളിയും കേട്ട അറബി ഞെട്ടിത്തരിച്ച്. ഖലീഫ ഉമറാണോയൻ മുന്നിലിരിക്കുന്നേ. ആ മനുഷ്യനും ആ നേരം വീറച്ചിടുന്നേ. അമീറുൽ മുഅ്മിനീന മഹാനായോരേ മഹാനായോരേ, ഇവിടെ ഓരോ പിറവി നടന്നിട്ടുണ്ടേ നടന്നിട്ടുണ്ടേ. വളത് ഊരി വധിക്കുമെന്നുരത്ത് ഖലീഫത്തൻ സ്വഭാവം പരുക്കനെന്നുരത്ത്. വളത് ഊരി വധിക്കുമെന്നുരത്ത് ഖലീഫത്തൻ സ്വഭാവം പരുക്കനെന്നുരത്ത്. എന്നിട്ടും തന്നോടവർ കോപിച്ചില്ലല്ലോ എന്നും ചിന്തിച്ച മനുഷ്യൻ പൊട്ടിക്കരയുന്നേ. അമീറുൽ മുഅ്മിനീന മഹാനായോരേ മഹാനായോരേ, ഇവിടെ ഓരോ പിറവി നടന്നിട്ടുണ്ടേ അതെ, കൂടാരം തുറക്കപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പറയുകയാണ്, ഓ അമീറുൽ മുഅ്മിനീൻ മഹാനവറുകളെ, ഇതാ ഇവിടെ ഒരു പിറവി നടന്നിരിക്കുന്നു. താങ്കളുടെ സഹോദരന് ഒരാൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത അദ്ദേഹത്തെ അറിയിച്ചാലും. കുഞ്ഞ് പിറന്നെന്ന സന്തോഷത്തിലപ്പുറം അമീറുൽ മുഅ്മിനീൻ എന്ന വിളിയാണ് ആ പാവപ്പെട്ട കാട്ടറബിയുടെ ഹൃദയത്തിൽ പതിച്ചത്. അയാൾ ഞെട്ടിത്തരിച്ചു. ഒന്നും മുരിയാടാൻ കഴിയാതെ കുറച്ച് സമയം പകച്ചു നിന്നുപോയി. അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുന്നത് ഖലീഫയാണ്. സുബ്ഹാനല്ലാഹ്, ഖലീഫ ഉമറാണ് അപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്നത്. താൻ എന്തൊക്കെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്? ആദ്യം വന്നപ്പോൾ വാളൂരി കൊല്ലുമെന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിനൊരു ഭാവി ഭേദവും ഉണ്ടായില്ല. ഖലീഫ ക്രൂരനാണെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം തനിക്ക് നേരെ കോപിച്ചില്ല. താൻ എന്ത് പാപിയാണ് ഇലാഹി, ആ ഗ്രാമീണൻ വിലപിച്ചു.
അമീറുൽ മുഅ്മിനീൻ, ഈ മഹാപാപിയോട് പൊറുക്കണേ, എൻ്റെ അവിവേകം ക്ഷമിക്കണേ. അങ്ങ് ഖലീഫയാണെന്നറിയാതെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞുപോയി. അങ്ങയെക്കൊണ്ട് ഞാൻ വൃത്തിവേല എടുപ്പിച്ചു. ഞാൻ പാപിയാണ്. അയാൾ പൊട്ടിക്കരഞ്ഞു. അത് കണ്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹോദര, താങ്കൾ എന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് മാപ്പിനെ അപേക്ഷിക്കുന്നത്? മാപ്പ് തരേണ്ടവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ്റെ കൽപ്പനകൾ നടത്തുന്ന ഒരടിമ മാത്രമാണ് ഞാൻ. എൻ്റെ കടമ നിർവഹിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അതായിരുന്നു ഉമർ. മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു താൻ ഖലീഫയായിരിക്കുമ്പോൾ തൻ്റെ രാജ്യത്തെ പ്രജകളുടെ ജീവിതം നേരിൽ കണ്ട് മനസ്സിലാക്കാനായി പ്രച്ഛന്ന വേഷം കെട്ടി രാത്രിയുടെ നിശബ്ദതകളിൽ ഗ്രാമങ്ങൾ തോറും നടക്കുന്ന ഭരണാധികാരി, ലോകം കണ്ട നീതിമാനായ ജനപ്രതിനിധി. പാവപ്പെട്ട ആ ഗ്രാമീണൻ്റെ ദുരവസ്ഥ കണ്ട് മനസ്സറിഞ്ഞ അദ്ദേഹം നേരെ പോയത് സ്വന്തം വസതിയിലേക്കാണ്. വീട്ടിൽ ചെന്ന് സ്വന്തം ഭാര്യയെ വിളിച്ചു. തനിക്ക് തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന ഭക്ഷണം ഗ്രാമീണന് കൊണ്ടുകൊടുത്തു. അങ്ങനെ ഗ്രാമീണൻ്റെ ഭാര്യയുടെ പേരെടുക്കാൻ വയറ്റാട്ടിയായി വന്നത് ഖലീഫയുടെ പ്രിയപ്പെട്ട പത്നിയായിരുന്നു. ആ മഹിളാരത്നം ഭർത്താവ് അക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ യാതൊരു വൈമനസ്യവും കൂടാതെ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സേവന മനസ്കൃതിയുടെ ഉടമയായ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിത്രം ഇവരെ ചുരുളയ്യുകയാണ്. അതെ, ക്രിസ്താബ്ദം 588 ഉമർ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ബനു അദി ഗോത്രമാണ് അദ്ദേഹത്തിൻ്റെ കബീല. നുഫൈലിൻ്റെ പുത്രനായ ഖത്താബാണ് പിതാവ്. മാതാവ് ഹാഷിം ബിൻ മുഖൈറയുടെ മകളായ വാൻതമയും. ഉമർ വളർന്നു വലുതായപ്പോൾ ഖത്താബ് മകൻ്റെ നേരെ പൗരുഷമായ പെരുമാറ്റം പതിവാക്കി. നല്ല സൗന്ദര്യവും ആകാരവടിവുമുള്ള ഒരു പുരുഷനായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ജാഹിലിയ കാലഘട്ടം ഇരുണ്ട യുഗമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ആ കാലഘട്ടത്തായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ജനിച്ചത്. വിരലിലെണ്ണാവുന്ന ചിലർക്ക് അക്കാലത്ത് ബിംബാരാധനയോട് എതിർപ്പായിരുന്നു. കണ്ണിൽ കണ്ട മുഴുവൻ ആചേതന വസ്തുക്കളെയും ദൈവമാക്കി പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന പതിവിനെ അവർ വെറുത്തു. ദൈവം ഒന്നേയുള്ളൂ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ദൈവം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല. വറഖത്ത് ബിൻ നൗഫൽ, അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ്, ഉസ്മാൻ ബിൻ ഹുവൈസ്, സഅദ് ബിൻ അംർ മുതലായവരെല്ലാം ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ്. അവരിൽ ബുദ്ധിശാലിയും തന്ത്രജ്ഞനുമായ സയ്യിദ് ബിൻ അംർ ഉമർ റളിയല്ലാഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുമായിരുന്നു. അയാൾ ഏത് സമയവും ബഹുദൈവാരാധനയെ എതിർക്കും. അതിന് കിട്ടുന്ന ഒരവസരവും ഒഴിവാക്കുകയില്ല. ബിംബങ്ങളെ ആരാധിക്കുന്നതിലെ മൗഢ്യം തുറന്നു കാണിക്കും. ഈ കാണുന്ന പ്രപഞ്ചവും അതിലെ സർവ്വ ചരാചരങ്ങളും സൃഷ്ടിച്ചത് ഒരേ ഒരു നാഥനാണ്. ഒന്നിൽ കൂടുതൽ ദൈവങ്ങളെ ആരാധിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഇങ്ങനെ തുറന്നടിക്കാൻ സയ്യിദ് ബിൻ അംർ മടി കാണിച്ചില്ല. ഇത്തരം വാക്കുകൾ ഉമറിൻ്റെ ചെവിയിലുമെത്തി. ആരോഷാഗ്നി ആളിക്കത്തി. എന്ത്? കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ലാത്ത, ഉസ്സ തുടങ്ങിയ വിഗ്രഹങ്ങളെ നിഷേധിക്കുകയോ കാണാത്ത ഒരൊറ്റ ദൈവത്തെ മാത്രം ആരാധിക്കുകയോ? ഈ വാദം ഒരിക്കലും വകവെച്ചു കൊടുത്തുകൂടാ. ഇതായിരുന്നു അന്ന് ജാഹിലിയ കാലഘട്ടത്തിലെ ഉമർ. ഊരിപ്പിടിച്ച വാളുമായി കൊടുങ്കാറ്റ് പോലെയാണ് ഉമർ നടക്കുന്നത്. അല്ല, നടക്കുകയല്ല, ഓടുകയാണ്. ആ കണ്ണുകൾ രക്തഗോളമായി മാറിയിരിക്കുന്നു. കവിളുകളിൽ നിന്നും ചോര ഒപ്പിയെടുക്കാം. കോപം കൊണ്ട് ഉമർ കിടുകിട വിറക്കുന്നുണ്ട്. എങ്ങോട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇത്ര ദേഷ്യത്തിൽ പോകുന്നത്? എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ദേഷ്യം പിടിച്ച് എങ്ങോട്ടാണ് അദ്ദേഹം പോകുന്നത്? അതെ, ബാക്കി കേൾക്കാം അടുത്ത എപ്പിസോഡിൽ. അതുവരെ കാത്തിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.